Hi friends, welcome to Gan's World. Theory of Computation മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൺവേർഷൻ ഓഫ് റെഗുലർ എക്സ്പ്രഷൻ ടു ഫൈനൈറ്റ് ഓട്ടോമാറ്റൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. സോ നമ്മളുടെ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് നമുക്ക് പോവാം. കൺവേർട്ട് ദ ഫോളോയിങ് റെഗുലർ എക്സ്പ്രഷൻ ടു ഇറ്റ്സ് ഈക്വലന്റ് ഫൈനൈറ്റ് ഓട്ടോമാറ്റ. ദെൻ അവർ ക്വസ്റ്റ്യൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എ ബാർ ബി സ്റ്റാർ എ ബി ബി ബാർ എ പ്ലസ് ബി. ആൻഡ് ഹിയർ ഈ ബാർ സൈൻ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത യൂണിയൻ ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതാണ് ഈ ബാർ സിഗ്നൽ വെച്ചിട്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. യൂണിയൻ പ്ലസ് ഇതാണ് ബാറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജസ്റ്റ് യൂണിയൻ ഓപ്പറേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ 3 റൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് നമ്മളിവിടെ ഈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. ആ 3 റൂൾസ് വന്നിരിക്കുന്ന ഒന്ന് യൂണിയൻ ഓപ്പറേഷൻ വരുമ്പോഴും, പിന്നെ ഇൻ്റർസെക്ഷൻ വരുമ്പോഴുള്ള ഓപ്പറേഷൻ, ദെൻ ക്ലോഷർ വരുമ്പോഴുള്ള ഓപ്പറേഷൻസ്, അങ്ങനെ 3 എണ്ണം ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണുക. സോ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് വരാം. സോ ഹിയർ നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എ ബാർ ബി ക്ലോഷറാണ്. സോ ക്ലോഷർ ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ് എന്താണോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണോ ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ ലൂപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാനിവിടെ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് കൺസിഡർ ചെയ്യണത്. 1 is our initial state. ദെൻ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മളൊരു ലൂപ്പ് കൊടുക്കുകയാണ്. ആ ലൂപ്പിൽ വരുന്ന ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എ ഓർ ബി ആയിരിക്കാം. സോ നമ്മളുടെ ഫസ്റ്റ് സെക്ഷൻ ഇങ്ങനെ പറയുന്നു, എ ഓർ ബി ഇൻപുട്ട് വന്നാൽ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അത് ലൂപ്പ് കണ്ടിന്യൂസ് ആയി നിൽക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ്. ഈ ഒരു പാർട്ടിൽ നമുക്ക് നോക്കാനുള്ളത് എ ബി ബി ബാർ എ പ്ലസ് ബി. സോ ഹിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് എ ബി ബി എന്നുള്ള സെക്ഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ ഹിയർ വരുന്നത് ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ വരുമ്പോൾ നമുക്കറിയാം ഓരോ ഇൻപുട്ടിനും ആ കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ നമ്മൾ ഓരോ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യണം. സോ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് ഫസ്റ്റിൽ നിന്ന് എ ഇൻപുട്ട് കൊടുത്താൽ സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. സോ ഹിയർ 1 നിന്ന് എ ഇൻപുട്ട് കൊടുത്തു, ദെൻ 2 എന്ന സ്റ്റേറ്റിലേക്ക് എത്തി. ദെൻ 2 എന്ന് ബി ഇൻപുട്ട് ടേക്ക് ചെയ്താൽ തേർഡ് സ്റ്റേറ്റിലേക്ക് പോകും, ബി. ദെൻ അഗെയിൻ ഒരു ബി ഉണ്ട്. സോ ഇത് സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യണം. ഇവിടെ ലൂപ്പ് ഫോം ചെയ്യാൻ പാടില്ല, കാരണം ഇത് ക്ലോഷർ ഓപ്പറേഷൻ അല്ല, ഇൻ്റർസെക്ഷനാണ്. സോ നെക്സ്റ്റ് സ്റ്റേറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ് 4. സ്റ്റേറ്റ് 3 നിന്ന് ബി എന്ന ഇൻപുട്ട് എടുത്താൽ 4 സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തും. ദെൻ ഹിയർ ഈ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എ പ്ലസ് ബി എന്നുള്ള ഒരു സെക്ഷനാണ്. ഹിയർ നമുക്കുള്ളത് ക്ലോഷർ അല്ല, എ പ്ലസ് ഓപ്പറേഷനാണ്. എ പ്ലസ് ഓപ്പറേഷൻ ഓൺ ലാംഗ്വേജസ് എന്നുള്ള ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതെന്താ മീൻ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറ്റിൽ എപ്സിലോൺ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, പകരം എ എ എ എ എ എ എക്സെട്ര അങ്ങനെയാണ് ഈ ഒരു സെറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുക, എ പ്ലസ് എന്ന് പറയുന്നത്. എ ക്ലോഷർ നമ്മൾ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ സെറ്റ് ദാറ്റ് വിച്ച് ഇൻക്ലൂഡ് എപ്സിലോൺ എ എ എ എക്സെട്ര, ഇങ്ങനെയാണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഡിഫറൻസ്. സോ എ പ്ലസ് വരുമ്പോൾ നമുക്ക് എ എന്നുള്ളൊരു ഇൻപുട്ട് തീർച്ചയായിട്ടും അതിലുണ്ടായിരിക്കണം. പക്ഷേ എ ക്ലോഷർ വരുമ്പം അതിൽ എ എന്ന് പറഞ്ഞ ഇൻപുട്ട് ഉണ്ടാവാം, ഉണ്ടാവാതെ ഇരിക്കാം, എപ്സിലോൺ മൂവ് വരാം. സോ ഹിയർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം എ എന്നുള്ള ഇൻപുട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് ഒരു സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം. സോ ഹിയർ 4 ദെൻ 5 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഞാനിവിടെ കൺസിഡർ ചെയ്തു. ദെൻ 5 എങ്ങനെ എ എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് വന്നാൽ അവിടെ നമുക്ക് 5 എന്ന സ്റ്റേറ്റിലേക്ക് എത്തി. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാനുള്ളത് ശ്രദ്ധിക്കണം, ഇവിടെ ഒരു ലൂപ്പാണ് കൺസിഡർ ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ചാൽ എ ഇൻപുട്ട് വരുമ്പോൾ ഉള്ളൊരു ലൂപ്പ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എ പ്ലസ് എന്ന് പറഞ്ഞ ഇൻപുട്ടിനെ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ സെറ്റ് വരിക. സോ ഫസ്റ്റ് നമുക്ക് എ എന്ന് സ്റ്റാർട്ടിംഗ് ആയിട്ട് ഒരു എ എന്തായാലും കൺസിഡർ ചെയ്യണം. സോ 1 എന്നാണ് സ്റ്റേറ്റിൽ നിന്ന് എ ഇൻപുട്ട് വന്നാൽ 5 സ്റ്റേറ്റിലേക്ക് എത്തി. ദെൻ നമുക്ക് എത്ര എസ് വേണമെങ്കിലും വരാം. സോ ഇൻഫൈനൈറ്റ് എസ് നമുക്ക് കിട്ടും ഒരു സെറ്റിൽ. ആ ഇൻഫൈനൈറ്റ് ഡിഫൈൻ ചെയ്യാനാണ് ഞാൻ ഈ ലൂപ്പ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ അത് മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ളത്
ബി എന്നുള്ള ഇൻപുട്ട് ടേക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് സ്റ്റേറ്റിലേക്ക് എത്തുന്നതാണ്. ഹിയർ നമുക്ക് ഒരു നെക്സ്റ്റ് സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാം 6. ദെൻ ബി ഇൻപുട്ട് ഇൻടേക്ക് ചെയ്താൽ 5 നിന്ന് 6ലേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിൽ നമ്മളുടെ എല്ലാ സ്റ്റേറ്റ്സും കൺസിഡർ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാനുള്ളത് ഇതിലേതാണ് ഫൈനൽ സ്റ്റേറ്റ് എന്നാണ് നോക്കേണ്ടത്. സോ ഹിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി ആണ് എൻഡിങ് പൊസിഷനിൽ വരുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എൻഡിങ്ങിൽ വരുന്ന ബി എവിടെയാണോ അതാണ് നമ്മളുടെ എൻഡിങ് ഫൈനൽ സ്റ്റേറ്റ്. ദെൻ വൺ മോർ ഫൈനൽ സ്റ്റേറ്റ് ഈസ് ദർ. അതെങ്ങനെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൺസിഡർ ചെയ്ത 4 സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആയി കൺസിഡർ ചെയ്യാൻ കാരണം ഇവിടുത്തെ ഈ ബി കോമ്പിനേഷൻ എ ബി ബി ഈ ബി വരുന്നതിൻ്റെ രീതിയിലാണ് നമ്മൾ ഈ ഒരു 4നെ ഫൈനൽ സ്റ്റേറ്റ് ആയി കരുതിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഈ ഒരു ബി വരുമ്പോൾ ഉള്ളൊരു ഫൈനൽ സ്റ്റേറ്റും കൂടി കിട്ടുന്നുണ്ട്. മീൻസ് ഈ ഓർ നമ്മൾ വരച്ച ഈ ഓർ സ്റ്റേറ്റാണ് വരുന്നത്. സോ ഇവിടെ ഈ 6ഉം നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ദെൻ ഇത്രയാണ് ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ ഈ റെഗുലർ എക്സ്പ്രഷനെ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നോക്കേണ്ടത്. നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ഇത് NFA ആണോ DFA ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. സോ നമ്മൾക്ക് ഓൾറെഡി അറിയാം DFAയും NFAയും തമ്മിലുള്ള മെയിൻ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് ഒരു ഇൻപുട്ടിന് തന്നെ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലേക്ക് മൂവ്മെൻറ്റ്സ് വരും. ഇപ്പോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 1 എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ A ഇൻപുട്ട് കൊടുത്താൽ എത്ര മൂവ്മെൻറ്റ്സ് വരുന്നുണ്ട് നോക്കാം. എന്ന് 2ലേക്ക് മൂവ്മെൻറ്റ് വരുന്നുണ്ട്, 1ലേക്ക് തന്നെ ഇറ്റ് സെൽഫ് ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്, ദെൻ 5ലേക്ക്. സോ A എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് നമ്മൾ 1 സ്റ്റേറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ് അല്ല നമുക്ക് കിട്ടുന്നത്. ഹിയർ നമുക്ക് 2 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കിട്ടുന്നുണ്ട്, ദെൻ 5 എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കിട്ടുന്നുണ്ട്, ദെൻ 1 ഇറ്റ് സെൽഫ് ഒരു സ്റ്റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ മോർ ദെൻ 1 സ്റ്റേറ്റ്സ് ഇവിടെ ഒരു ഇൻപുട്ടിന് ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡയഗ്രാം ഈ സ്റ്റേറ്റ് ഡയഗ്രാം ഏത് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതൊരു NDFA ഡയഗ്രാമാണ്. സോ സംടൈംസ് നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ ആയിരിക്കാം. ഒരു റെഗുലർ എക്സ്പ്രഷൻ തരും, അത് നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആക്കാൻ പറയും. ദെൻ ആ ഫൈനൈറ്റ് ഓട്ടോമാറ്റ നമുക്ക് തന്നിരിക്കുന്നത് NDFA ആണോ അല്ലെങ്കിൽ DFA ആണോ എന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയും. ദെൻ ആ ഫൈനൈറ്റ് ഓട്ടോമാറ്റ NDFA ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില സമയത്ത് അതിനെ നമുക്ക് DFAയിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ 10 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ DFAയിലേക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഇതിന് മുമ്പുള്ള വീഡിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് NFAനെ DFAയിലേക്ക് ആക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, 2-3 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അത് റെഫർ ചെയ്യേണ്ടതാണ്. സോ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. സോ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇൻ ദിസ് വീഡിയോ. ഈ പ്രോബ്ലത്തിൽ പറഞ്ഞ ഓരോ സ്റ്റെപ്സും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.